ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾ പരിചയപ്പെടുന്ന ഒരു അടിപൊളി ഒരു ഐറ്റമാണ്. അതായത് നമ്മുടെ കാറിലൊക്കെ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന കാർ ആംപ്ലിഫയർ ആണ് പരിചയപ്പെടുന്നത്. നമ്മളൊരു കാർ സ്റ്റീരിയോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത്ര നമുക്ക് ബാസ് നമുക്ക് കിട്ടാറില്ല. അപ്പോൾ അതിന് കൂട്ടാൻ വേണ്ടിയുള്ള ഒരു അടിപൊളി ഒരു സബ് വൂഫറും അത് തന്നെ കുറേ ഫീച്ചേഴ്സ് വന്നിട്ടുള്ള ഒരു അടിപൊളി ഒരു ഐറ്റം. എന്തായാലും നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം ഇല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. ഇത്രയും ചെറിയ സാധനമാണ് നമ്മൾ സബ് വൂഫറായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ഡൗട്ട് ഉണ്ടാകും, നമ്മൾ വലിയൊരു ബോക്സ് ഒക്കെയാണ് സാധാരണ നമ്മൾ വീടുകളിലും അല്ലെങ്കിൽ ഹോം തിയേറ്ററിനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയൊക്കെ വെച്ച് ഇത്രയും ചെറിയ സാധനത്തിൽ നിന്ന് നമുക്ക് എത്രമാത്രം ഹെവി ആയിട്ടുള്ള ബേസ് കിട്ടും എന്നതിനെ പറ്റി ആയിരിക്കും നമുക്ക് ഡൗട്ട്. എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് ഡീറ്റെയിൽ ഒന്ന് നോക്കാം. ടോട്ടൽ ഒരു 400 വാട്ട്സ് ആണ് മാക്സിമം ഇതിന്റെ ഔട്ട്പുട്ട് പറയുന്നത്. അതായത് ഇതിന്റെ കൂടെ തന്നെ ഒരു മിഡ് ബാസും ഓഫറും കൂടി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നതാണ് ഇതുപോലെ ഒരു മാനുവൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അതിൻ്റെ ബാസിൻ്റെ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ മിഡ് ബാസിൻ്റെ ഫ്രീക്വൻസിയും ഓൺ ഓഫ് സ്വിച്ച്, അതിൻ്റെ കണക്ഷൻസ്, എത്ര പവർ, അങ്ങനെയുള്ള ബാക്കിയുള്ള ഡീറ്റെയിലൊക്കെയാണ് ഈ മാനുവലിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാ ഡീറ്റെയിലും ഇതെങ്ങനെയാണ് വർക്കിംഗ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോർമലി ഇത് നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ശരിക്കും നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കൊടുത്തിരുന്ന ടോട്ടൽ വാട്ട്സ് 600 RMS ആണ്. അതായത് ഇതിൻ്റെ മിഡ് ബാസിൻ്റെയും ഊഫറിൻ്റെയും കൂടെ കൂട്ടിയാണ് അത് 600 വാട്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ കൂടെ തന്നെ ഉള്ള ഒരു കേബിളും കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഓഡിയോ ഇന്ന് വരുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ പവർ കണക്ഷൻ കൊടുക്കാനുള്ള ഒരു കേബിളും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട്. നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു കേബിളൊക്കെയാണ് ഇതിൻ്റെ കൂടെ തന്നെ വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ ഇങ്ങനത്തെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് ഇതൊക്കെ പൈസ കൊടുത്ത് മേടിക്കേണ്ടി വരുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് വളരെ സിമ്പിളായിട്ട് തന്നെ അതിൻ്റെ കണക്ഷൻസ് എല്ലാം കൊടുത്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു കേബിൾ തന്നെയാണ് ഇതിൻ്റെ കൂടെ അവർ വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഐറ്റം, കണ്ടില്ലേ. ആദ്യം തന്നെ എടുത്തു പറയേണ്ട വളരെ ചെറിയൊരു സൈസാണ്, കണ്ടില്ലേ. ഈ സൈസിൽ നിന്നാണ് ഇതിൻ്റെ അകത്ത് ബേസ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സൗണ്ട് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കി, മാത്രം ഒരു പവർ വരുന്നതിനെ പറ്റി നമുക്ക് ശരിക്കും ഒരു അതിശയം ഉണ്ടാവും. അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അത്യാവശ്യം നല്ല വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇത്രയും ഒരു 8 ഇഞ്ചിൻ്റെ ഒരു സബ് ഓഫറും അതുപോലെ തന്നെ മിഡ് ബാസുമാണ് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. ഇത് സീറ്റിൻ്റെ അടിയിലാണ് വെക്കേണ്ടത്. സീറ്റിൻ്റെ അടിയിൽ വെക്കുമ്പോഴത്തേനും ഇതിൻ്റെ മേലേക്കാണ് നമ്മൾ സീറ്റിൻ്റെ പോർഷൻ വരുന്നത്. അപ്പം ഇവിടുന്നുള്ള ബേസ് ആ സീറ്റിൽ അടിച്ചിട്ടാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി, ഒരു ഡീപ്പ് പഞ്ച് നമുക്ക് ശരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് സാധാരണ നമുക്ക് കാറിലോ അല്ലെങ്കിൽ ഓട്ടോയിലൊക്കെ വെക്കാൻ വേണ്ടിയാണ് ഇവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കണക്ഷനിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു മോഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ബേസ് അതുപോലെ തന്നെ ഫുള്ള് നമുക്ക് മാറ്റാൻ സാധിക്കും. ഇത് മിഡ് ബാസ് കൂട്ടാനും കുറയ്ക്കാനുള്ളതാണ്. അടുത്തത് ഫ്രീക്വൻസി ശരിക്കും സബിൻ്റെ ഫ്രീക്വൻസിയാണ്. അതിനുശേഷം ബാസിൻ്റെ ഫ്രീക്വൻസി, അടുത്തത് പിന്നെ വോളിയം, പിന്നെ ഓഡിയോ ഇൻപുട്ട്. ഇത്രയുമാണ് ഇതിൻ്റെ സെറ്റിങ്സിൽ വരുന്നത്. അടുത്ത് ഇതിൻ്റെ അകത്തേക്ക് 12 വോൾട്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് കണക്ഷൻ കൊടുക്കാനുള്ളത് അതിൻ്റെ കൂടെ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോക്സിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്കിതിലൊരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ സബ് വൂഫറിൻ്റെ മേലെയായിട്ടൊരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഗ്രില്ല് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മിഡ് ബാസിന് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ടോട്ടലി ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി നോക്കുവാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള രീതിയിൽ ആണ് ഇത് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഡാമേജോ കാര്യങ്ങളൊന്നും വരത്തില്ല. അത് സേഫായിട്ട് തന്നെയാണ് ഇതിൻ്റെ ഡിസൈനിങ്. എന്തായാലും ഒരു അടിപൊളി ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇടാം. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീഡിയോയുടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം. അതല്ലാതെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോ മേടിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് വർത്തായിട്ടുള്ള ഒരു ഐറ്റം തന്നെയായിരിക്കും. നിങ്ങൾ ഞെട്ടുന്ന വിലയ്ക്കാണ് നമ്മൾ ഇത് ഈ പ്രാവശ്യം സെയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ വന്ന് നമ്മുടെ സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുക. പുതിയൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.